ഹായ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മൾ സേഫ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും ദിവസത്തിനിടയിൽ പിന്നെ എപ്പോഴെങ്കിലും അവർ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? കാണാൻ വഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന പോലെ വേറെ ആർക്കും നമ്മളെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ തുടക്കത്തിൽ ഈ ന്യൂസ് കണ്ടപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിച്ച കൂട്ടത്തിൽ ഉള്ളവരായിരിക്കാം ഈ കൂടുതലും. പിന്നീട് അവർക്ക് തോന്നിക്കാണും യുദ്ധമല്ലേ, അവരതായിട്ട് സെറ്റായി കാണും. ഓക്കെ, ശരിയാണ്, നമ്മളിതായിട്ട് സെറ്റായി. എന്ത് സെറ്റായി? മെൻ്റലി സെറ്റായി. ഈ അലർട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഡ്രോൺ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഓക്കെ അത്രേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് പയ്യെ പയ്യെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ജോലി പയ്യെ പയ്യെ പ്രശ്നമായി തുടങ്ങി. കുറേ ആളുകൾ നാട്ടിലേക്ക് വിട്ടു. കുറേ പേർക്ക് 50% മാത്രമായിട്ട് സാലറി ചുരുക്കി. നിർബന്ധിച്ച് വരെ നാട്ടിലേക്ക് വിട്ട ആളുകളുണ്ട്. ടെർമിനേറ്റ് ചെയ്ത ആളുകളുണ്ട്. ജോലി പോകാൻ നിൽക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കാണില്ല. അവർ ചിലപ്പോൾ ഇത് വിചാരിച്ച് കാണില്ല, നാട്ടിലുള്ളവർ. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, ദുബായിലുള്ളവരെല്ലാം മഴ എൻജോയ് ചെയ്യുന്നു, മഴയുടെ സ്റ്റോറി ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു. അപ്പം നാട്ടിലുള്ളവർ വിചാരിക്കും അടിപൊളിയായിരിക്കും, എൻജോയ്മെൻ്റ് ആയിരിക്കും. തേങ്ങയാണ്. അതിൻ്റെ ഇടയിൽ കുറേ പേര് നാട്ടിൽ നിന്ന്, ചേട്ടാ ഇപ്പോൾ ജോലി വെക്കാൻ വന്നാൽ ജോലി കിട്ടുമോ, ഞാൻ CV അയച്ചു തരട്ടെ. നമ്മുടെ തന്നെ ജോലി ഇപ്പോൾ മറ്റേ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് പറയാനാണ് നിങ്ങളുടെ അടുത്തൊക്കെ. അതായത് എല്ലാം കൂടെ വരുമ്പോൾ ഒരുമിച്ച് വരുള്ളൂ. ഇനി മാർച്ച് മാസം കഴിയണ ഏകദേശം ഒരു 4 ദിവസം കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോട്ടെ.